നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മിരിയാജെ. പ്രധാന വാർത്തകൾ. CBCI സംഘം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയ്ക്കും അമേരിക്കയുടെ ഭീഷണി, തങ്ങളുടെ പക്ഷം ചേരാൻ ആഹ്വാനം. അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി ലിയോ 14 മാർപ്പാപ്പ. മധ്യപൂർവ്വ ദേശങ്ങളിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ സന്തോഷമറിയിച്ചും കൂടുതൽ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചും ലിയോ 14 മാർപ്പാപ്പ. റോമിലെ ജ്ഞാനായ മിഷനിൽ പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ നിയമിതരായി. അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിലെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ആന്റണി പൂളയുടെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തി. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാഗ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിലെ ഉന്നതരെ ആശങ്കകൾ അറിയിക്കുമെന്ന് റിജിജുവിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ബില്ലിലെ ഭേദഗതികൾ പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് സംഘം കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം FCRA ബാധകമായ എല്ലാ വിഭാഗവുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. കിരൺ റിജിജുവിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്താൻ CBCI നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടന്നേക്കും. മാർച്ച് 25-നാണ് FCRA ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ആസ്തികൾ സ്ഥിരമായി ഏറ്റെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവിധ ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. തുടർന്ന് ബില്ലിലെ വിവാദമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന ആവശ്യം വിവിധ കോണിൽ നിന്ന് ഉയർന്നതോടെ ബജറ്റ് സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ താൽക്കാലികമായി പിന്മാറി. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ബില്ലിനെതിരെ ശക്തമായി രംഗത്ത് എത്തിയിരുന്നു. വർഷകാല സമ്മേളനത്തിൽ ബിൽ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതിനു മുമ്പായി ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള വിവാദ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇറാൻ US ഇസ്രയേൽ സംഘർഷത്തിലെ നിലപാടിന്റെ പേരിൽ വത്തിക്കാൻ പ്രതിനിധിയെ ഭീഷണിപ്പെടുത്തി അമേരിക്ക. വത്തിക്കാൻ പ്രതിനിധിയെ പെന്റഗണിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഭീഷണിപ്പെടുത്തിയത്. കത്തോലിക്ക സഭ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാണ് ഭീഷണി. US മാധ്യമമായ ഫ്രീ പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ പ്രസ്താവനയാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. വത്തിക്കാൻ നയതന്ത്ര സേനയെ അഭിസംബോധന ചെയ്ത് നടത്തിയ വാർഷിക പ്രസംഗത്തിൽ യുദ്ധം വീണ്ടും പ്രചാരത്തിലായിരിക്കുന്നു എന്ന മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബലാബല നയതന്ത്രത്തെയും ആഗോള ആധിപത്യത്തെയും കുടിയേറ്റക്കാരോടുള്ള മോശമായ പെരുമാറ്റത്തെയും മാർപ്പാപ്പ വിമർശിച്ചിരുന്നു. ഈ പ്രസംഗം അമേരിക്കൻ ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് പെന്റഗൺ പ്രതിനിധികൾ പറയുന്നത്. ഇതോടെയാണ് വത്തിക്കാൻ പ്രതിനിധി ക്രിസ്റ്റോഫ് പിയറിയെ വിളിച്ചുവരുത്തി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയത്. ലോകത്ത് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സൈനിക ശക്തി അമേരിക്കയ്ക്കുണ്ട്. കത്തോലിക്ക സഭ അമേരിക്കയുടെ പക്ഷം ചേരുന്നതാണ് നല്ലത് എന്നായിരുന്നു ഭീഷണി. ഭീഷണിക്ക് പിന്നാലെ ലിയോ 14 മാർപ്പാപ്പ തന്റെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി. പകരം വടക്കേ ആഫ്രിക്കൻ കുടിയേറ്റക്കാരും യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായ ലാംപെഡൂസ് എന്ന ഇറ്റാലിയൻ ദ്വീപ് മാർപ്പാപ്പ സന്ദർശിക്കും. അധികാര രാഷ്ട്രീയത്തെയാണ് തന്റെ പ്രസംഗത്തിൽ മാർപ്പാപ്പ പരാമർശിച്ചത്. ചർച്ചകൾ ഊന്നിയ സഹകരണത്തിൽ നിന്നും ലോകം അധികാര രാഷ്ട്രീയത്തിന്റെ വഴിയെ സഞ്ചരിക്കുകയാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സൈന്യം ഇടപെടുന്നതിനെയും മാർപ്പാപ്പ വിമർശിച്ചിരുന്നു. സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ കക്ഷികൾക്കിടയിലും സമവായം തേടുകയും ചെയ്യുന്ന ഒരു നയതന്ത്രം ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ ഒരു നയതന്ത്രത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. മധ്യപൂർവ്വ ദേശങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവനും വലിയ പിരിമുറുക്കത്തിനും ഭീതിക്കും കാരണമായ സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ തന്റെ സന്തോഷമറിയിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഏപ്രിൽ 8-ാം തീയതി ബുധനാഴ്ച വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയുടെ അവസാനമാണ് പ്രതീക്ഷയുടെ അടയാളമെന്ന് വിശേഷിപ്പിച്ച ഈ തീരുമാനത്തെ പാപ്പ സ്വാഗതം ചെയ്തത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ചർച്ചകളിലൂടെയേ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സംവാദങ്ങൾ പുനരാരംഭിക്കാൻ പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചു. ലോകത്തിന്റെ മറ്റിടങ്ങളിൽ തുടരുന്ന സമാന സംഘർഷ സാഹചര്യങ്ങൾക്ക് അറുതി വരുത്താനായി സംവാദം എന്ന മാർഗം സ്വീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച പാപ്പ നയതന്ത്രത്തിന്റേതായ ഈ സംവാദ മാർഗത്തെ തങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് പിന്തുണയ്ക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സമാധാനത്തിനു വേണ്ടിയുള്ള സായാഹ്ന പ്രാർത്ഥനയിൽ തന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാനും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. റോമിലെ ജ്ഞാനായ കാത്തലിക് മിഷന്റെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി
റോമ രൂപതയിൽ നിന്നും നൽകപ്പെട്ട സാൻ പിയോ ക്വിന്തോ ദേവാലയത്തിന്റെ പാരിഷ് കൗൺസിലിലേക്ക് റോയി മരങ്ങാട്ടിൽ മകുടാലയം, തോമസ് കുട്ടി പടിഞ്ഞാറേകുടലിൽ നീണ്ടൂർ എന്നിവർ നിയമിതരായി. ഏപ്രിൽ 4-ന് വൈകുന്നേരം നടന്ന ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം സാൻ പിയോ ക്വിന്തോ പള്ളി വികാരി ഫാദർ ഡൊണോട്ടോ ആണ് ഈ നിയമനം ജ്ഞാനായ സമൂഹത്തെ അറിയിച്ചത്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിച്ച് നവജ്ഞാനായ കുടുംബം. റോമിൽ വെച്ച് നടത്തപ്പെട്ട ജനറൽ ഓഡിയൻസ് പരിപാടിയിലാണ് കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപതയിലെ ചെറുകര ഇടവകാംഗങ്ങളായ പാറയിൽ ലിബിൻ ജോസിനും മിരാൾഡയ്ക്കും മകൻ ജോസഫിനും മാർപ്പാപ്പയുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചയിലൂടെ സന്ദർശിക്കാനും ജ്ഞാനായ കുടിയേറ്റ യാത്രയുടെ പ്രതീകമായ കപ്പൽ മാതൃക സമ്മാനിക്കാനും സാധിച്ചത്. മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ സാധിച്ചത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നെന്നും തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ലഭിച്ച അവസരമായിട്ടുമായാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നതെന്നും ലിബിനും മിരാൾഡയും അഭിപ്രായപ്പെട്ടു. വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായ കർദിനാൾ മാർ ജോർജ് കൂവക്കാടാണ് ഇരുവർക്കും മാർപ്പാപ്പയെ കാണുവാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത്. കൂടിക്കാഴ്ചയ്ക്കിടയിൽ മാർപ്പാപ്പ ജോസഫിനെ കയ്യിലിരുത്തി നിൽക്കുന്ന ചിത്രം ലിയോ മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെയും ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചിത്രം നിരവധി പേരിലേക്ക് എത്തുകയും ചെയ്തത് ശ്രദ്ധേയമായി. ലിബിൻ കോട്ടയം അതിരൂപതയുടെ യുവജന സംഘടനയായ KC വയലിന്റെ 2020 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന്റെ നേതൃത്വത്തിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള പ്രതിഭാസംഗമം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ, കമ്മീഷൻ അംഗങ്ങളായ സിസ്റ്റർ നീറ്റ SJC, സിസ്റ്റർ ആൻമരിയ SVM, മാത്യൂസ് ജെറി, ജോണി TK, സജി പഴുമാലിൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ജസ്റ്റിൻ ക്ലാസുകൾ നയിച്ചു. മലബാർ റീജിയനിൽ നടത്തിയ പ്രതിഭാസംഗമം മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ റീജിയൻ ഡയറക്ടർ ഫാദർ സൈജു മേക്കര, കമ്മീഷൻ അംഗം സിസ്റ്റർ ഷെറിൻ SVM എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന സമിതിയുമായി സഹകരിച്ച് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ബ്ലോക്ക് കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ബേക്കളം 5-ാം വാർഡ് കല്ലുമതിരക്കുന്ന അംഗൻവാടി പരിധിയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കല്ലുമതിരക്കുന്ന അംഗൻവാടി വർക്കർ സുധ K സ്വാഗതം പറഞ്ഞു. ബേക്കളം വാർഡ് മെമ്പർ ബിൻസി കട്ടക്കയം അധ്യക്ഷത വഹിച്ചു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് രേഖ KC ക്ലാസ് നയിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമം 2005, ലിംഗസമത്വം, സ്ത്രീധന നിരോധന നിയമം, സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി ക്ലാസ്സിൽ പറയുകയുണ്ടായി. മേരി ജോർജ് നന്ദി പറഞ്ഞു. ജ്ഞാനായ മലങ്കര കത്തോലിക്ക ഫൊറോനയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള അവധിക്കാല വിശ്വാസ പരിശീലന ക്യാമ്പ് കടുത്തുരുത്തി മരിയമല വല്ലംബ്രോസിയൻ ബെനഡിക്ടൈൻ ആശ്രമത്തിൽ സംഘടിപ്പിച്ചു. ഫൊറോനയിലെ 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാറപ്രയും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഫൊറോന വികാരി ഫാദർ റെന്നി കട്ടേൽ മുഖ്യപ്രഭാഷണം നടത്തി. വല്ലംബ്രോസിയൻ ബെനഡിക്ടൈൻ കോൺഗ്രിഗേഷൻ പ്രയോർ റവറന്റ് ഡോക്ടർ ബിനോ ചേരിയിൽ OSP അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാലാരൂപത ജീസസ് യൂത്ത് ടീം ക്യാമ്പിന് നേതൃത്വം നൽകി. ബൈബിൾ, സഭാസമുദായ വിഷയങ്ങൾ, ദൈവവിളി, മിഷൻ ലീഗ്, തിരുബാല സഖ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി. ആരാധന, കുമ്പസാരം, ക്രൈസ്തവ സിനിമകൾ, വിനോദ പരിപാടികൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നിവ ക്യാമ്പിന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. മലങ്കര ഫൊറോനയിലെ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.